എല്ലാവർക്കും നമസ്കാരം. ഏറ്റുമാനൂരപ്പൻ്റെ അതേ ചൈതന്യത്തോടുകൂടി ഏറ്റുമാനൂരപ്പനായി തന്നെ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയുണ്ട് കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ. ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നും വെറും 12 കിലോമീറ്ററും ശ്രീ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും 4 കിലോമീറ്ററും മാത്രം അകലത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവായ ഓം നമഃ 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 ശിവായ. മീനച്ചിൽ SNDP യൂണിയന്റെ കീഴിലുള്ള 43 നമ്പർ ശാഖാക്ഷേത്രമാണിതെങ്കിലും ദൈവപ്രശ്നത്തിലൂടെ സാക്ഷാൽ ഏറ്റുമാനൂരപ്പന്റെ ചൈതന്യം തിരിച്ചറിഞ്ഞ് 2013 മഹാദേവന് പ്രത്യേക സ്ഥാനം നൽകി പുനഃപ്രതിഷ്ഠ നടത്തിയതോടുകൂടി ഇത് ശിവപുരം മഹാദേവ ക്ഷേത്രമായി മാറി. പ്രധാന ക്ഷേത്രമായി പ്രാധാന്യം മഹാദേവനാണെങ്കിലും ഇവിടെ ആദിപരാശക്തിയായ ദേവിയും കുടികൊള്ളുന്നു. തൊട്ടടുത്തായി തന്നെ ഗുരുദേവ ക്ഷേത്രവും അതുപോലെ സർപ്പക്കാവും കാണാം. ആദിപരാശക്തിയായ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശ്രീ മഹാദേവിയുടെ തിരുനടയാണിത്. എല്ലാ ഞായറാഴ്ചകളിലും അതുപോലെ വിശേഷാൽ ദിവസങ്ങളായ ചതയം, തിരുവാതിര ദിവസങ്ങളിലും എല്ലാ മാസം മലയാളം 1-ാം തീയതിയുമാണ് ഈ ഒരു ക്ഷേത്രം തുറന്ന് പൂജകൾ ഉണ്ടായിരിക്കുക. മഹാദേവന് പിന്നിലായി കുടികൊള്ളുന്ന ശ്രീ പാർവതി സങ്കല്പത്തിനുള്ള പിൻവിളക്കിനും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ഗുരുദേവ ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലായി യോഗീശ്വരനെയും കാണാം. സർവ്വലോകത്തിനും ഗുരുവായ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ക്ഷേത്രമാണിത്. എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ നന്ദികേശനും ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. ആദ്യം നന്ദികേശനെ തൊഴുതു വേണം മഹാദേവനെ തൊഴും. അതുപോലെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി മഹാദേവന് താലം സമർപ്പണം വഴിപാടായി ഉണ്ടായിരിക്കുന്നതാണ്. വൃശ്ചിക മാസം 1-ാം തീയതി തുടങ്ങി മണ്ഡലകാലം 41 ദിവസവും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രം തുറന്ന് നിത്യപൂജയുണ്ടായിരിക്കുന്നതാണ്. 41 വിളക്കിന്റെ അവസാന ദിവസം ശിവഗിരി തീർത്ഥാടനത്തോടുകൂടിയാണ് മണ്ഡലകാലം ഇവിടെ അവസാനിക്കുക. ഏറ്റുമാനൂരപ്പന്റെ ചൈതന്യത്തോടു കൂടിയുള്ള മഹാദേവനായതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി താലം വഴിപാട് നടത്തുവാൻ ഓരോ ഞായറാഴ്ചയും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഈ മണ്ഡലകാല സമയത്തോ അല്ലാതെയോ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ മണ്ഡല മഹോത്സവത്തിന് ഈ ഒരു നോട്ടീസിൻ്റെ അവസാനമായി നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉള്ളവർ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് വരിക. അതുപോലെ തന്നെ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചും തീർത്ഥാടനം ബുക്ക് ചെയ്യാനും ഈ ഒരു നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇന്ന് പങ്കുവച്ചത് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.